في سخن الوفاين سراها ملاين Iisuse Filippo, Padguru Kalisa, Iramurmurmurmurko, Ihidoyo Drovese, Davos Mayoro, Angisabkiori, Yovoyosu, Abeldesu, Taibusi Vilfai, Ukone the Puri, Insodavinosu, Nisipashabin, Kahadisutu, Vapashablehutu, Sutu Gisaya, Dostayo, Hoveria, Yosuvenofo, Hoveyosu, Estudino Franciho, Alohovila, Levu Mautea Mauta, Dosi Gavili, Lisa Havili, Liso Yuso Kalisiku, Saviois Listigego Vestava, Amabuiru Rihai Kadisu, Usalu,
ആദ്യം മുതൽ ഉണ്ടായിരുന്നവനും ഞങ്ങളാൽ കേൾക്കപ്പെട്ടവനും സ്വന്തം കണ്ണുകളാൽ കാണപ്പെട്ടവനും ഞങ്ങളാൽ നോക്കപ്പെട്ടവനും സ്വന്തം കൈകളാൽ സ്പർശിക്കപ്പെട്ടവനുമായി ജീവവചനമായവനെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആ ജീവൻ പ്രത്യക്ഷപ്പെട്ട ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സാക്ഷികളുമാണ്. പിതാവെങ്കിൽ സ്ഥിതി ചെയ്തിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവനെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ പ്രസംഗിക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് സംബന്ധിക്കുവാനായി ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഇതിനെ അറിയിക്കുന്നു. ഞങ്ങളുടെ സംബന്ധമാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുമിശിഹായോടുമാണ്. നിങ്ങളിലുള്ള ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമായിരിക്കുവാൻ വേണ്ടി ഇവ എഴുതുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടതും നിങ്ങളോട് അറിയിക്കുന്നതുമായ സുവിശേഷം ഇതാണ്: ദൈവം പ്രകാശമാണ്, അവനിൽ അന്ധകാരം അശേഷമില്ല. ഞങ്ങൾക്ക് അവനോട് സംബന്ധമുണ്ട് എന്ന് നാം പറയുകയും അന്ധകാരത്തിൽ നടക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം കള്ളന്മാരാണ്, സത്യത്തിൽ നടക്കുന്നവരല്ല. ആമീൻ. ഹബീബായി ബാരക്മോ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാരക്മോ. കാലം തികഞ്ഞപ്പോൾ ദൈവം തന്റെ പുത്രനെ അയക്കുകയും ആ പുത്രൻ സ്ത്രീയിൽ നിന്ന് ജനിക്കുകയും ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുകയും ചെയ്തു. അത് ന്യായപ്രമാണത്തിന് കീഴിലാകുന്നതുവരെ വിലക്ക് വാങ്ങുകയും പുത്രത്വം വഴി സ്വീകരിക്കുകയും ചെയ്യുവാനായിട്ടാണ്. നിങ്ങൾ സന്താനങ്ങളാകൊണ്ട് ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അത് പിതാവിനെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഇനി ദാസന്മാരല്ല, പുത്രന്മാരാണ്. പുത്രന്മാരാണെങ്കിൽ യേശുമിശിഹ വഴി ദൈവത്തിന്റെ അവകാശികളുമാണ്. നമ്മിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിപ്രകാരമല്ലാറ്റിലും അധികമായിട്ടും നാം യാചിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നതിലധികമായിട്ടും നമുക്ക് ചെയ്തു തരുവാൻ പ്രാപ്തനായിരിക്കുന്ന അവന് എന്നേക്കും സകല ധർമ്മലോകരും യേശുമിശിഹ മൂലം അവന്റെ സ്തമയിലും സ്തുതിയായിരിക്കട്ടെ. ആമീൻ. ആഹായ് ബാരക്മോ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളെയും
യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന്റെ ദേവനും രക്ഷയും ഘോഷിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധമായ എവൻഗേലിയോൻ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ നിന്ന് ലോകത്തിലേക്ക് അവതരിച്ച നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ ജനനപ്പെരുന്നാളിൻ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. ഹെരോദോസ് രാജാവിന്റെ കാലത്ത് യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലേക്ക് വന്നു. യഹൂദന്മാർ രാജാവായ ജനിച്ചവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടിട്ട് അവന് വന്നിപ്പാനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹെരോദോസ് രാജാവും യെരൂശലേം ഒക്കെയും പരിഭ്രമിച്ചു. അവൻ പ്രധാനാചാര്യന്മാരോടും സപ്രയന്മാരോടും ഒരുമിച്ചവരോട് മശിഹ ജനിക്കുന്നത് എവിടെയാ എന്ന് ചോദിച്ചു. അവർ യഹൂദയായിലെ ബേത്ലഹേം എന്ന് പറഞ്ഞു. യഹൂദയായിലെ ബേത്ലഹേമേ, ഇസ്രായേലായ എന്റെ ജനത്തെ പരിപാലിപ്പാനുള്ള രാജാവ് നിങ്കിൽ നിന്ന് പുറപ്പെടുമെന്നുള്ള ദീർഘദർശനം ഇപ്രകാരം നിർവഹിക്കുകയും ചെയ്തു. അനന്തരം ഹെരോദോസ് രഹസ്യമായിട്ട് വിദ്വാൻമാരെ വിളിച്ചിട്ട് നക്ഷത്രം കാണപ്പെട്ട കാലത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. നിങ്ങൾ പോയി പൈതലിനെ കുറിച്ച് താല്പര്യപൂർവ്വം അന്വേഷിക്കുവിൻ, കണ്ടെത്തിയാൽ വന്ന് എന്നെ അറിയിപ്പിൻ, എനിക്കും അവന് വന്നിക്കേണ്ടിയുണ്ടെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. രാജാവിൽ നിന്ന് പ്രകാരം കേട്ടുകൊണ്ടൊരു യാത്രയായി. അവർ കിഴക്ക് കണ്ട നക്ഷത്രം പൈതൽ കിടന്നിരുന്ന സ്ഥലത്തിന്മീതെ വന്ന് നിന്നതുവരെ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ആ നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ചു. പൈതലിനെ അവന്റെ അമ്മയായ മറിയമിനോടുകൂടെ കണ്ടു. വീണ് വന്ദിക്കുകയും നിക്ഷേപത്തിന്റെ പാത്രങ്ങളെ തുറന്ന് സ്വർണവും മോദംകുന്തിരിക്കും കാഴ്ചവെക്കുകയും ചെയ്തു. ഹെരോദോസിൻ പക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ ദർശനമുണ്ടായിട്ട് വേറെ വഴിയായി അവർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ. ഞാൻ വന്നു രക്ഷിപ്പാനോ താരകേച്ചു ഭജനമാവിന്നെ കർഷകനെ പാടി സദ്ഭുതയാവിൻ ഗർഭിരൂഹായ ജാഗര കണ്ടാലും ആചാര്യ കൈകളിൽ ഹല്ലേലൂയ ഘോഷിച്ചിടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ ഞങ്ങളെ സഹായിക്കുകയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ആരാധനയും സമർപ്പിക്കുവാൻ ഇന്നും എന്നാളും ഞങ്ങൾ യോഗ്യന്മാരായി ഭവിക്കണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദലകയും ബഹുമാനിക്കുകയും
വെടിപ്പുള്ള മാമോദീസ വാഞ്ചിക്കുകയും പ്രത്യക്ഷമായ ഗോകുൽത്ത ആഘോഷിക്കുകയും നിർമ്മലമായ ആചാരത്തിൽ വിശ്വസിക്കുകയും വിജാതീയരും സ്വജാതീയരും ശുദ്ധീകരണം പ്രാപിക്കുകയും വിശ്വാസമുള്ള സഭ സ്വീകരിക്കുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധതകൾ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവിന് സ്തുതി. ഇതാ നിന്റെ ആട്ടിൻകൂട്ടത്തിന് മുഴുവനും വേണ്ടി സഭയുടെ ഉള്ളിൽ വെച്ച് നിന്റെ ശരീരരക്തങ്ങൾ വിഭജിക്കപ്പെടുന്നു. വിജാതിയർക്കും സ്വജാതിയർക്കും അവ നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ അവ പര്യാപ്തമായി ഭവിക്കുകയും ചെയ്യുന്നതെനിക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായി സോടെയിരിക്കുന്ന നാളുകളൊക്കെയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. കുലവനിയമോ സോദോ ആയായി കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ തൃക്കരങ്ങളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വടിവാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും പിടച്ചു നീക്കുകയും അവയെ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ ജനം മുഴുവന്റെയും സകല അപരാധങ്ങളെയും അറിവില്ലായ്മകളെയും നീ നീക്കുമായിക്കണമേ. ഉത്തമനേ ദൈവതോ നേടമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളോർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുനാഥന്മാരുടെയും മരിച്ചുപോയിട്ടുള്ളവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയിൻ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയിട്ടുള്ളവരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ശരീരാത്മദേഹികൾക്ക് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന മഞ്ഞിനെ തളിക്കണമേ. കർത്താവേ, മഹത്വത്തിന്റെ നാഥ മശിയാതമ്പുരാനേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങൾക്കുത്തരമരുളണമേ. ഞങ്ങളെ തുണയ്ക്കായിട്ടെഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കുവാൻ നീ വേഗത്തിൽ വന്നു ചേരണമേ. ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകലവിധമായ കഠിനങ്ങളായ ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്നും നീ നീക്കുമായിക്കണമേ. കർത്താവേ, കോപത്തിന്റെ വടികളെ കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ ഒരവസാനത്തിന് ഞങ്ങൾ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയ അവസാനം ഞങ്ങൾക്ക് സൗജന്യമായി തരയണമേ. നല്ലൊരന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭൗമിക കന്യകരിഷ്കരമാം വിധം പ്രസവിക്കുകയും ബേത്ലഹേം സന്തോഷപൂർവം ബഹുമാനിക്കപ്പെടുകയും യോർദാൻ നദി ആനന്ദപൂർവം കാത്തിരിക്കുകയും കുരിശുമരത്തിന്മേൽ ഗോകുത്ത ആഘോഷിക്കുകയും
സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം ബലിയർപ്പിക്കപ്പെടുകയും തന്റെ ബലിയർപ്പണം മൂലം സകല വിജാതികൾക്കും ജാതികൾക്കും പാപരിഹാരം നൽകുകയും തന്റെ മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും രക്ഷിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടുമായ കർത്താവേ, ശാലമായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിന്നെ പ്രസവിച്ച അമ്മയായ അനുഗ്രഹീതയും പരിശുദ്ധയുമായ ദൈവമാതാവാകുന്ന മറിയാമിൻ്റെയും ദുർഗദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹോദരന്മാരുടെയും പിതാക്കന്മാരുടെയും സംഘം മുഴുവന്റെയും ശ്രദ്ധേയവും സ്വീകാര്യവുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള അങ്ങയുടെ സഭയ്ക്ക് പാപരിഹാരം നൽകണമേ. വിവേകമുള്ള അവിടുത്തെ ഇടവകയെ അനുഗ്രഹിക്കണമേ. അനാഥരായ അങ്ങയുടെ ആടുകളെ കാത്തുകൊള്ളണമേ. ആചാര്യത്തെ നൽവരമുള്ള നിന്റെ അവകാശത്തെ ശുദ്ധീകരിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ സമാധാനം ആവസിപ്പിക്കണമേ. ഭൂതലത്തിൽ അങ്ങയുടെ ശാന്തി വാഴുമാറാവണമേ. രോഗികളെ സ്വസ്ഥതയാൽ അങ്ങ് സന്ദർശിക്കണമേ. ക്ലേശിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അടിമകൾക്ക് രക്ഷ നൽകണമേ. ബന്ധിതർക്ക് വിടുതൽ നൽകണമേ. കീഴടക്കപ്പെട്ടിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ. വിശ്വാസികളായ മരിച്ചുപോയവർക്ക് നല്ല ഓർമ്മ നൽകണമേ. ആശ്വാസവും സന്തോഷവും ആനന്ദവും അങ്ങ് കൽപ്പിച്ചയക്കണമേ. അവിടുന്ന് ആചാരത്തിൽ ശുശ്രൂഷ വിശ്വാസപൂർവം പരമേൽപ്പിച്ചിട്ടുള്ള പാപിയായ അടിയന് യഥാർത്ഥ ആചാര്യന്മാർക്കുള്ള നടപടികൾ നൽകുമാറാവണമേ. ഞങ്ങളെ യോഗ്യരായിരിക്കെ കൃപാപൂർവം നീ ഞങ്ങൾക്ക് പരമേൽപ്പിച്ചു തന്നിരിക്കുന്ന ആ താലന്തുകളെ താല്പര്യത്തോടെ അടിയങ്ങളുടെ കൈകളാൽ അങ്ങ് നിയന്ത്രിച്ച് വ്യാപരിപ്പിച്ചു കൊള്ളണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരകന്മാരുടെ കൂട്ടത്തിൽ അവിടുത്തെ കരുണയാൽ അങ്ങനെയുള്ള പ്രതിഫലത്തിന് ഞങ്ങളും അർഹരായി ഭവിക്കണമേ. അവിടുന്ന് ഉത്തമനും ദാനങ്ങളിൽ സമൃദ്ധിയുള്ളവനും അങ്ങയുടെ നൽവരങ്ങൾ അളവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയ്ക്കും അങ്ങയുടെ പിതാവിനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അടിയങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറക്കുമോർ കർത്താവിന്റെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മെന്നാലോഹൻ കാവേൽ ഹോസ്വയോദ് ഹൗബേ والشمكون دوته بطريهون والملولم والمين ലഹീനനും മഹാഭാവിയും നിന്റെ ദാസനമാകുന്ന ഞാനിതാ ഇപ്രകാരം സ്തുതിച്ചു കീർത്തിക്കുന്നു. Dam Kadesh lefermon hatoyo Abde kado Yesus raham Alla fisosam Walla fisoso dabohain Urabonain Malfonan manidain Vadkul honanidam haimne Eldo ito dilo kadisto
ശ്രദ്ധിക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവനെന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥനയെ ചൊല്ലണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടിതാവായ സത്യേക ദൈവത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ രൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ നരക്കപ്പെട്ടു, കഷ്ടമനുഭവിച്ചു, മരിച്ചെടുക്കപ്പെട്ടു, മൂന്നാം ദിവസം എഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും ന്യായം വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിലും സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവർ തീർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമാധാനവും അനന്തമായ ശാന്തിയും അഭേദ്യമായ സ്നേഹവുമാകുന്ന ദൈവമേ, നിന്റെ കരുണാസമൃദ്ധിയാൽ മനുഷ്യരെ നീ അനശ്വരനായി നീ സൃഷ്ടിച്ചു.
ആകൽക്കർസായുടെ അസൂയ മുഖാന്തരം അവൻ കൽപ്പന ലംഘിച്ച് മരണത്തിന് ശിക്ഷിക്കപ്പെട്ടത് കാരണം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ നിന്റെ ഏകജാതനെ ജീവദായകമായ ആഗമനം മുഖാന്തരം ഈ ഭൂമിയെ സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ പറഞ്ഞയച്ചു. ഉന്നതത്തിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സംപ്രീതി എന്ന് പറഞ്ഞുകൊണ്ട് മാലാകാ സൈന്യങ്ങൾ ആ സ്തുതി ആലപിക്കുകയും ചെയ്തു. കർത്താവേ, നിന്റെ സംപ്രീതിയും സമാധാനവും ഈ സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഇപ്പോൾ എല്ലാ കളങ്കത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും മരണകരമായിട്ടുള്ള പാപത്തിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും കാപട്യത്തിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. വിശുദ്ധമായ ആലിംഗനം മുഖാന്തരം തമ്മിൽ തമ്മിൽ സമാധാനം നൽകുവാനും കർത്താവും രക്ഷിതാവുമാകുന്ന മശിഹാ തമ്പുരാന്റെ സ്വർഗീയവും അനശ്വരവുമായ ദാനങ്ങളിൽ സംബന്ധിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അവൻ മൂലവും അവനോട് ചേർന്നും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമാർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവനടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സകലം നമ്മെ കാക്കട്ടെ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പായി നാം തലവനിക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയ്ക്ക് അനുഗ്രഹങ്ങളും സഹായങ്ങളും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ശരീരാത്മാ കഴുത്തുകൾ നിന്റെ മുമ്പാകെ നമിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നീ എല്ലാവരുടെയും സഹായിയും സങ്കേതസ്ഥാനമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ വിദ്വേഷിക്കുന്ന എല്ലാ ശത്രുവിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. നിയമലംഘനങ്ങളെ ക്ഷമിക്കുകയും പരിഹരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും എല്ലാ ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്യപിതാവിന്റെ തൃക്കരങ്ങളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു.
സമാധാനവും വിളിയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടെ നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവേ, മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും സ്വർഗീയ സൈന്യം മുഴുവന്റെയും കൂടെ ചേർന്നുകൊണ്ട് സ്തുതിപദങ്ങൾ ആലപിച്ചും കീർത്തിച്ചും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടി പറയുന്നു. മാസ്കീൻ ഖായേനാ മനസ്സോട് മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ തൃക്കരങ്ങളിൽ താൻ അപ്പമെടുത്തു, സ്തോത്രം ചെയ്തു, വാഴ്ത്തി, വിശുദ്ധീകരിച്ചു, ഖണ്ഡിച്ചു, തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ താൻ കാസായുമെടുത്തു, സ്തോത്രം ചെയ്തു, വാഴ്ത്തി, വിശുദ്ധീകരിച്ചു, തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു, ഇത് നിങ്ങളെല്ലാം വാങ്ങി പാനം ചെയ്യുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു. ഈ
രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും അനുസ്മരിക്കുവാൻ വേണ്ടി അവരോട് താൻ കൽപ്പിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തു. ദാമോ ദോസേനോ നിന്റെ രക്ഷാകരമായ വരവും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പാകെ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. നീതിമാന്മാരെയും പാപികളെയും നീ പരിശോധിക്കുന്ന ആ അന്ത്യന്യായ വിസ്താര ദിവസത്തിങ്കൽ ഞങ്ങളുടെ പാപങ്ങൾക്കൊത്തവണ്ണം കരച്ചിലിന്റെയും വിലാപത്തിന്റെയും അഗ്നിക്കും ജ്വാലയ്ക്കും ഞങ്ങളെ ഏൽപ്പിക്കരുതേ. ദുഷ്ടതകളും അറിയില്ലായ്മകളും മുഖാന്തരം ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുവാനും ദണ്ഡിപ്പിക്കപ്പെടാനും ഇടയാക്കുകയും അരുതേ. കർത്താവേ, ദയവ് തോന്നണമേ, കൃപയുണ്ടായി ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. ആയതിനു വേണ്ടി നിന്റെ സഭയും നിന്റെ ആരാധകരാകുന്ന ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പശ്ചാത്താപത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ബീദയാമുകുലാപം ഖാദംറോ സ്വർഗമാകുന്നതോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്നതായി പരിശുദ്ധ കുർബാനമേൽ പൊരുമി ആവസിച്ചു ഇതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്രയോ ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി. ദയവ് തോന്നി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് ഈ അപ്പത്തെ ദൈവമാകുന്ന മശിഹാ തമ്പുരാന്റെ ശരീരമായി പൂർത്തീകരിക്കുമാറാകണമേ. സ്വർഗീയ മഹോന്നതത്തിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിറങ്ങി വന്ന് ഈ കാസായിലെ കലർപ്പിനെ
ദൈവമാകുന്ന മശിഹാതമ്പുരാന്റെ രക്തവുമായി പൂർത്തീകരിക്കണമേ. മറമോറി കുർബാനയിൽ സംബന്ധിക്കുന്നവർക്ക് ഇത് സകല മാലിന്യങ്ങളിൽ നിന്നും ആത്മശരീരങ്ങൾക്ക് വെടിപ്പുവരുത്തുന്നതും പാപപരിഹാരത്തിനും നിത്യജീവനും പര്യാപ്തമായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഓശോ വബകൂലസ്ബാൻ ലോൽമീൻ. ഭാരതമോ എന്നും യാഷ്കാതനും ദർശന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ മാതൃകീസായ മൊരാൻമോരഗ്നാത്യോസ് എഫ്രേം ദിദിയനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക ബോൻമോർ ബസേലിയോസ് തോമസ് പ്രദോനും വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബൂൻമോ തിമോത്തിയോസിനും വേണ്ടിയും ആബൂൻമോർ യൂലിയോസിനും വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ അവരെ പ്രാപ്തന്മാരായ ഭരണകർത്താക്കളാക്കി തീർത്തുകൊള്ളണമേ. അങ്ങയുടെ സമാധാനവും സഹായവും കൊണ്ട് അവരെ അലങ്കരിക്കുമാറാവണമേ. തന്മൂലം അവർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരും മധ്യസ്ഥരുമായി ഭവിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങയ്ക്കും അങ്ങയുടെ ഏകജാതനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഓശോബ് സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരന്മാരും ബലഹീനന്മാരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സഹായം ചെയ്യുന്നവരെ നീ ഓർത്തുകൊള്ളണമേ. പിശാചുകളുടെയും ദുഷ്ടമനുഷ്യരുടെയും സകല ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ നിരക്ഷിച്ചുകൊണ്ട് നീ അവർക്ക് കാവൽക്കാരനും സങ്കേതസ്ഥാനവും ആയിരിക്കണമേ. നീ സകലത്തിൻ്റെയും രക്ഷിതാവാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഹോശോ വബകൂലസ്ബാൻ ലോൽമീൻ. 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ഞങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നാഥ, ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളെ അങ്ങ് സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങയ്ക്കും അങ്ങയുടെ ഏകജാതനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ബാറക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന്
ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ വിശുദ്ധ കന്യകമറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കലിയസ്ഥന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മോർ യൂഹാനോൻ മാബ്ദാനായെയും ഷമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായി പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തെഫാനോസിനെയും സ്ലീഹന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവ് മോർ തോമാസ്ലിഹായെയും ശേഷമുള്ള സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ, അവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ഞങ്ങളെ സഹായിച്ചു അവരുടെ ഓഹരിക്കും അവകാശത്തിനും ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഓശോ വബകൂലസ്ബാൻ ലവൽമീൻ ശ്ലൈകവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപോട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ചിരിക്കുന്നവരെയും വെച്ചുണ്ടായ പുണ്യപ്പെട്ടുകയും പരിശുദ്ധങ്ങളുമായ 3 ദിവസങ്ങളെയും അവയിലുണ്ടായ നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും വിധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ മോർ യാക്കോബും ഇഗ്നാത്യോസും ക്ലേമേസും ദേവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രേഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ഫീലക്സീനോസും അണ്ടേമോസും ഈവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നു നമ്മുടെ താവേശ്മിഷിയായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൂറിലോസും സുറിയാനിക്കാരുടെ ഗ്രേഡവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായം ഡോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ച സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികീസ്മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ഭാവ മൊറിയാക്കോ പ്രധാനായും മോർ പ്രേം മൊറിയാക്കും മോർ സഹാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ പ്രസവമായും മോർ ശമോണ്ടസ്തോനോയും തിരഞ്ഞെടുക്കപ്പെട്ട മൊറബഹായും മോറാൻ മോർ ഇഗ്നാത്യോസ് ഏലിയാസ്തീൻ പാത്രികീസും മോർ ബസേലിയോസ് യെൽദമറിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബായും മോർ സ്താത്യോസ് ലീ ബാബായും മോർ താനാസ്യോസ് പൗലോസിനെയും ഞങ്ങൾ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരുടെ കൂടെയും ഇവരുടെ ബിംബമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നാഥാ, ഭൂതലം മുഴുവനും അങ്ങയുടെ സുവിശേഷത്തെ സൂക്ഷ്മതയോടെ പ്രചരിപ്പിച്ചവരെ അങ്ങ് സ്മരണാർഹരാക്കണമേ. അങ്ങയുടെ പരിശുദ്ധ സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ടുള്ളവരെ അങ്ങ് ഓർത്തുകൊള്ളണമേ. നിർമ്മലമായ അവരുടെ പ്രാർത്ഥനകൾ മൂലം ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായം നൽകണമേ. അങ്ങനെയുള്ള സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളും അവരും അങ്ങയ്ക്കും അങ്ങയുടെ ഏകജാതനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാവണമേ.
ബാറക്കുമോ രൂപികളുടെയും സജടങ്ങളുടെയും ഇടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസം കൊടുത്ത് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാവിനെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോനാട്ടസിച്ച് പറയണം. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, സത്യവിശ്വാസത്തിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളവരെ അബ്രാഹാമ്യ മടികളിൽ നീ വസിപ്പിച്ച് ഞങ്ങളുടെയും അവരുടെയും സകല പ്രമാണ ലംഘനങ്ങളെ നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹാ അല്ലാതെ പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണം പ്രാപിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി മനസ്സോട് കൂടാതെ അറിവോട് അറിവുകൂടാതെ നിന്റെ മുമ്പിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പിഴകളെ എതിർമുമ്പാകെയുള്ള ലജ്ജയിൽ നിന്ന് ഞങ്ങളെയും വിശ്വാസികളായി ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അങ്ങ് രക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ ദാസന്മാരുടെയും ദാസികളുടെയും രഹസ്യവും പരസ്യവുമായ തെറ്റുകളും കുറ്റങ്ങളും അങ്ങ് പരിഹരിച്ച് ക്ഷമിക്കണമേ. തന്മൂലം വാഴ്ത്തപ്പെട്ടതായി അങ്ങയുടെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധരുടെയും നാമങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളാലും ഞങ്ങളുടെ മൊത്തം ഞങ്ങൾക്ക് വേണ്ടിയും സ്തുതിക്കപ്പെട്ട പൊരുത്തപ്പെടുമാറാവണമേ. ഓശോബ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയും രക്ഷിതാവുമാകുന്ന യേശുമിശിഹായാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവര് നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. Let me
ക്ഷേമം തേടും ശാന്തി പാടി 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 ഹല്ലേലൂയ ആത്മീയൻ പാടിയ പോലെ നിന്നാളും വാലിക പാടിയും വാഴ്ത്താനും മഞ്ഞും വിശ്വാസത്തിനാത്മാവാനെ ബോധിക്കേണം നേരും കീഴും സമ്പൂർണ്ണം വാഴുന്നുണ്ടേ ശങ്കീവി കാത്തിട്ടില്ലെന്നാലും കേട്ടെന്നാലും ജീവൻ ചൊല്ലുന്നോരെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ബലഹീനതയെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന പിതാവാം ദൈവമേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അനീതിയുടെ എല്ലാ പാമാലിന്യത്തിൽ നിന്നും പാപാശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ നിനക്കർപ്പിക്കുന്ന കുർബാനയെ നീ അംഗീകരിക്കണമേ. ഞങ്ങൾ ഏകശ്വാസത്തിൽ ഒരുമയോടെ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വേണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രാജ്യം ശക്തി മഹത്വം ദയാലുവാം ദൈവമേ, പരീക്ഷണങ്ങളാകുന്ന പരിശോധനയ്ക്ക് ഞങ്ങൾ ആരെയും പ്രവേശിപ്പിക്കരുതേ. എന്തെന്നാൽ സഹിക്കുവാൻ ഞങ്ങൾക്കാർക്കും ശക്തിയില്ലല്ലോ. നിന്റെ മഹാകരുണയ്ക്കനുസൃതമായ വിധത്തിൽ എല്ലാ കോപശിക്ഷയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ആധിപത്യവും രാജ്യവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ദൈവമേ, ആത്മാ ശരീര കഴുത്തുകൾ നിന്റെ സന്നിധിയിൽ നമിച്ചുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്ന നിന്റെ ആരാധകരായിട്ടുള്ള ഈ നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. കരുണയ്ക്കും പാപമോചനത്തിനും അർഹതയുള്ളവരാക്കി തീർക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ മഹാകാരുണ്യവാനും സർവശക്തനുമാം ദൈവമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധർഭാഗ്യം സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവവും
അനാദന്തിമം അന്തിമം സാരാംശപ്രകാരം ഒന്നായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവര് നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാരക്മോ. ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായിട്ട് നൽകപ്പെടുന്നു. കരുണയോടുകൂടെ ലോകം സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ ഈ ലോകം രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദികാലം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ും
രാജാക്കന്മാരും പൊന്നും മോരും കുന്തിരിക്കവും കാഴ്ചവെച്ച് വണങ്ങിയ അമ്മയോടുകൂടെ കണ്ട യേശു കുഞ്ഞിന്റെ ശുദ്ധമതിയായ മാതാവിന്റെ സന്നിധിയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നു. സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്നവനും എരുതിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവനും സർവദൂത സൈന്യങ്ങൾ ഭക്തിയാൽ നിന്നുകൊണ്ട് നിരന്തരം സ്തുതിയും ആരാധനയും പാടിപ്പുകഴ്ത്തുന്നവനുമാകുന്ന കർത്താവിന് സ്തുതി. തിരുസന്നിധിയിൽ പരിമള ധൂപത്തോടുകൂടി ഞങ്ങൾ ഈ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. തന്റെ ആരാധകരിൽ നിന്ന് വസന്തയെ നിരോധിച്ച പ്രാർത്ഥനയെ പോലെ ഈ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് വാതു തുറക്കണമേ. രോഗത്തിൽ ഹെസക്കിയായും ഞെരുക്കത്തിൽ മനസ്സേയും സമർപ്പിച്ച പ്രാർത്ഥനയെ പോലെ ഈ പ്രാർത്ഥനയിലും സംയോജിക്കണമേ. ഏലിയാ പ്രവാചകന്റെ കാഴ്ചയായി നോഹയുടെ സുഗന്ധ വഴിപാടായി പ്രാർത്ഥനയെ അംഗീകരിക്കണമേ. ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാൽ ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കണ്ടു പരിശുദ്ധ കന്യകയാകുന്ന ദൈവമാതാവേ, നിന്നിൽ നിന്നും ജാതനായ നിന്റെ ഏകജാതനാകുന്ന യേശുവിൻ സന്നിധിയിൽ അപേക്ഷകളും പ്രാർത്ഥനകളും പ്രീതികരമായ ധൂപവും ഞങ്ങൾ അണയ്ക്കുന്നു. സർവലോകത്തിന്റെയും സന്തോഷമായവനെ ഗർഭം ധരിച്ചവളും പെറ്റുപോറ്റിയവളുമായ അമ്മേ, നിനക്ക് സമാധാനം. ജീവജലത്തിന്റെ അരുവിയും സകല നന്മകളുടെയും ഉറവയുമേ, നിനക്ക് സമാധാനം. വിശ്വാസികൾക്ക് അഭിമാനകരമായ പ്രാഭവമേ, നിനക്ക് സമാധാനം. വിശുദ്ധ കൃപേന്മാരെക്കാൾ ഉയർന്നിരിക്കുന്നവളെ, നിനക്ക് സമാധാനം. ഐശ്വര്യത്തിന്റെ നിക്ഷേപവും അനുഗ്രഹത്തിന്റെ കുറഞ്ഞു പോകാത്ത ഭണ്ഡാരവുമേ, നിനക്ക് സമാധാനം. അശരീരിയും പൂർണ്ണദൈവവുമായവനെ പ്രസവിച്ച മൺപാത്രേ, നിനക്ക് സമാധാനം. ലോകത്തിൽ ജീവന്റെ മഴയെ പൊഴിച്ച ശോഭിത മേഘമേ, നിനക്ക് സമാധാനം. ആത്മീയ അഗ്നി തന്നിൽ ജ്വലിച്ച ആന്തരിക സീനായി പർവ്വതമേ, നിനക്ക് സമാധാനം. ദൈവമേ, വിശുദ്ധമായ ഈ ആലയത്തിൽ മുഴങ്ങുന്ന ശബ്ദങ്ങളോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ഏറ്റുചൊല്ലുന്നു. ശുദ്ധിമതിയും വാഴ്ത്തപ്പെട്ടവളുമായ അമ്മേ,
സമാധാനത്തിന്റെ രാജ്ഞിയായ മാതാവേ, വേദനിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന മാതാവേ, ഞങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടറിയുന്ന മാതാവേ, ദൈവിക കൃപ കൊണ്ട് നിറഞ്ഞ മാതാവേ, തന്റെ ഹൃദയിലൂടെ വാൾ കടക്കുമ്പോഴും എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച ത്യാഗത്തിന്റെ മൂർത്തി ഭാവമായ മാതാവേ, വിളിച്ചപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മാതാവേ, അത്യുന്നതനും മഹത്വാനുമായ ദൈവമേ, മാതാവിന്റെ അപേക്ഷയാൽ എല്ലാ ശിക്ഷകളെയും മരണത്തിന്റെ ശക്തിയെയും കഠിനകോപത്തെയും പകർച്ചവ്യാധികളെയും ക്രമം തെറ്റിയിട്ടുള്ള കാലാവസ്ഥയെയും കൃഷിനാശത്തെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. സമാധാനപൂർണവും പരിപാകതയുള്ളതുമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സഭയിൽ നിന്നും തെറ്റിയിട്ടുള്ളവരെ തിരിച്ചു വരുത്തേണമേ. ഇടവകയിൽ നിന്നും ചിതറി മാറിയിട്ടുള്ളവരെ നീ കൂട്ടിച്ചേർക്കണമേ. രോഗികളെ നീ സൗഖ്യമാക്കണമേ. ഞെരുങ്ങിയിരിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. അധർമ്മികളും പ്രതികൂലികളുമായ ദുഷ്ടമനുഷ്യരിൽ നിന്നും ദുഷ്ടാധികാരിയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. അധർമ്മികളും പ്രതികൂലികളുമായ എല്ലാവരും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പീഡിതന്മാരെ വിശ്രമിപ്പിക്കണമേ. ദരിദ്രന്മാരെ പോറ്റണമേ. ധനവാന്മാരെ നീ ദാനശീലരാക്കണമേ. മദ്യപാനികളെ നീ മാനസാന്തരപ്പെടുത്തണമേ. ദുസ്വഭാവികളെ നീ സൽസ്വഭാവികളാക്കണമേ. സന്താന സൗഭാഗ്യം നിലച്ചുപോയിട്ടുള്ളവർക്ക് ഉത്തമ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കേടുകൂടാതെ ഒറ്റയണമേ. ഞങ്ങളുടെ വൃദ്ധരെ മോശയെപ്പോലെ കണ്ണുമങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും കാത്തുകൊള്ളണമേ. അനാഥർക്ക് പിതാവായിരിക്കണമേ. വിധവമാരെ പരിരക്ഷിക്കണമേ. ബലഹീനന്മാരെ ശക്തീകരിക്കണമേ. യുവാക്കന്മാരെ പക്വതയും ജീവിത വിശുദ്ധിയുള്ളവരും അനുസരണശീലമുള്ളവരാക്കണമേ. ഉപജീവനത്തിനായി മാർഗമാരായുന്നവർക്ക് യഥാർത്ഥമായ ജീവിതമാർഗം നീ കാണിക്കണമേ. ദൂരെയായിരിക്കുന്നവരെ സമാധാനപൂർവം നീ തിരിച്ചു വരുത്തണമേ. ഗുരുക്കന്മാർക്ക് തീഷ്ണതയും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും കൊടുക്കണമേ. കാലഭേദങ്ങളെ വാഴ്ത്തേണമേ. വിശ്വാസികളായി ഞങ്ങളുടെ എല്ലാ മരിച്ചുപോയിട്ടുള്ളവരെയും സന്തോഷത്തിന്റെ മണിയറയിൽ നീ സൂക്ഷിക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവേ കരുണയുണ്ടാകണമേ എന്നർത്ഥത്തിൽ പ്രിയലായിസോ എന്ന് ഏറ്റുചൊല്ല. Su
അറിയുമേ നിനക്ക് സമാധാനം. സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവരാകുന്നു, നിന്റെ ഉദരഫലമായ കർത്താവേ ഈശോ വാഴ്ത്തപ്പെട്ടവരാകുന്നു. തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്ത് ദൈവത്തിനാണ് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞവളും ഭാഗ്യവതിയുമായ ദൈവമാതാവിന്റെ വിലയേറിയ മധ്യസ്ഥത മുഖാന്തരം ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും നിങ്ങളുടെ അധ്വാനങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറക്കാനൊക്കാത്ത ഏറ്റവും അന്യനായ റംബാച്ചന്റെ ഓർമ്മ ദിവസവും കൂടിയാണ് ഇന്നെന്നുള്ളത് കൊണ്ട് ഈ സമയത്ത് വന്യറംബാച്ചിന് വേണ്ടി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആദ്യം നീതിമാന്മാരുടെയും പിന്നീട് പുരോഹിതന്മാരുടെയും ഒടുവിൽ പരേതരെ പൊതുവായും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാൻ വന പോലെ തളർത്തിടമേ, ഹാലേലൂയ. വളരും അവൻ ലബനോന്റെ കാരകിൽ Ignatius Nurana ലോകർക്കോപകാരം ചൊരിയുന്ന മഹാനിധിയാകും വാണിജ്യവീര ശ്രീകൃതനേ ശ്ലോമോ രോഗങ്ങളെയാറ്റി ദുഷ്ടാത്മാക്കളെ നീക്കണമേ. നിൻ പ്രാർത്ഥനയാൽ കൃപ നേടട്ടെങ്ങൾ വാരകുമോ സത്യോദ്യോഗസ്ഥ നിധി തികച്ചുകവാർന്നത്വം ചെയ്തൊരു നിത്യ ജീവിതമാർജിപ്പാൻ നിർനിദ്ര നോമ്പും പ്രാർത്ഥനയും പീഠയുമേറ്റ മോർഗുരിയാക്കോസ് സ്മൃതിയിൽ സ്തുതി മശിഹാമുറിയോറാഹൻ വേളൈ പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും കർത്തം നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം പുത്രന്മാർ കാത്തിരുമെങ്കിൽ നിയമത്തെ ഞാനുപദേശിച്ചിടുവീ സാക്ഷിയും ശുദ്ധ്യാപസ്കുദിശ ദ്വാരങ്ങൾ വാനവർക്ക് വസീകേണം Mariam Rahman Rahim Melaino Adara in the Shvoto Daudisum Podrakula Sorum Ramatobo Telbotela Mino Iskolesban Mokulido Nestvedinase Marikmor Pradana Broidanum Dalandul വിഭജിച്ചു കൊടുക്കുന്നവനും കുപ്പയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ ശ്രീവണ്ണാരത്തിന്മേൽ അധികാരം നൽകുന്നവനുമായ കർത്താവിനെ സ്തുതി.
തനിക്ക് തൻ്റെ അഭിഷിക്തനും ഞങ്ങളുടെ പിതാവുമായ മുൻറഹ്മാന്റെ ഓർമ്മയുടെ സമയത്തും സർവ്വപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിൻ്റെ ദിവസമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബഹുലോന്യവുമോ സ്വതഹായേ ലവൽമീ. ഞങ്ങളുടെ കർത്താവായ മിശിഹാ തമ്പുരാനെ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ഇതിനു മുമ്പായി ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ ശ്രേഷ്ഠാചാര്യന്മാർക്കും നിർമ്മലരായ ശമാശന്മാർക്കും വേണ്ടി മലിനരും അശുദ്ധരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്റെ ദൈവനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ ന്യായവിധിക്കായി അവിടുന്ന് തുനിയരുതേ. കർത്താവേ, നിന്റെ വിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകളിൽ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ അവിടുന്ന് വിട്ടുകൊടുക്കരുതേ. കർത്താവേ, നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായികൾ നാവുകളടച്ച് പൂട്ടപ്പെട്ടവയായി തക്കവണ്ണം അവയെ അവിടുന്ന് മൗനമാക്കരുത്. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ളതായ കണ്ണുകൾ ശിഥിലിനും മുഴുവനും കൂടുകളായി ഭവിക്കുമാറ് അവയെ അവിടുന്ന് അന്ധകാരമയമാക്കി തീർക്കരുതേ. കർത്താവേ, വിശുദ്ധങ്ങളും വന്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുട്ടപ്പെടുമാറ് അവയെ അവിടുന്ന് വിട്ടുകൊടുക്കരുതേ. കർത്താവേ, പിതാവിന് വേണ്ടിയുള്ളതായ ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനയെ അവിടുന്ന് കേട്ട് ഞങ്ങളും ആ പിതാവും ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും അവിടുന്ന് പരിഹരിച്ച് മോചിക്കണമേ. അവിടുന്ന് അവനും നൽവരങ്ങളും സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. والمين بارك مو نالهون قابل هو سيد هوبي والشبكون ودعطاه بطريهن والملول ولاني الفكت مطبهاي പരിചരിച്ച ആചാര്യൻ മാറി പരമാനന്ദലോകത്തിൽ പരിചൊടിയച്ചേ ശുശ്രൂഷയ ആചാര്യ ഉയർപ്പി വലിയൊരുമാളിക്കൽ അവരെ മുഖക്കാക്കി ഒരാകെ പോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. താലേ നിൻ കൃപയിൽ ജീവാസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തീന സൗമിൻ കാലസ്കുരിയേലായിസോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഹൃദയാ ഉയർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീ സ്തുതി ചെയ്തിടുന്നു ശരീരം പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായിടാഞ്ഞും അവൻ ജീവിച്ചു എന്നും തന്നരുളിന് മഹത്വം കർത്താവേ കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം പറയണം. വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യ മുതൽ തലമുറ തലമുറ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ.
القديس الفرقان واتدنيسي مثل نهمان هدو سغنسان للمين ദൈവമായ കർത്താവേ, കടങ്ങൾ പരിഹരിപ്പാനും പാപങ്ങൾ മോചിപ്പാനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ മുമ്പായുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി അനുഭവിക്കുന്ന നിന്റെ ആരാധകരൻ സംഘത്തെ വലത് കൈനീട്ടി അനുഗ്രഹിക്കണമേ. വലിയ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരിലും പരിശ്രമിച്ച് ഇവയെ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാനിരിക്കുന്ന എല്ലാവരുടെ മേലുണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ രണ്ടു ലോകങ്ങളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ ദുരരക്തവും ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരാതെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. യോഗ്യരായിരുന്നുവെങ്കിലും ഞങ്ങൾക്കെല്ലാവർക്കും നൽകിയ ഈ സ്വർഗീയ ദാനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ആരുടെയും പാപാന്ധകാരം ഞങ്ങളിൽ ചുമത്താതെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുമായി മല്ലടിക്കുന്ന പ്രതികൂല ശക്തിയിൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ബാരക്കുമോർ നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിന്റെ ആരാധകരായിട്ടുള്ള ഈ നിന്റെ ദാസീദാസന്മാരെ നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. നിന്റെ വിജയ ശ്രീവായാൽ ഇവരെ കാത്തുകൊള്ളണമേ. രഹസ്യവും പരസ്യവുമായ എല്ലാ ശത്രുവിൽ നിന്നും നീ ഇവർക്ക് കാവൽക്കാരനായിരിക്കണമേ. നീ ഇവർക്കെല്ലാവർക്കും സങ്കേതസ്ഥാനമായിരിക്കണമേ. നിന്റെ അനുഗ്രഹ സമൃദ്ധിയാൽ ഇവരെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ശാശ്വതവചനം ദേഹം പൂണ്ടു വസിച്ചാൻ നമ്മിൽ കുറെഴുമീശൻ
നരനെ പരനായാക്കാൻ നരനായി കന്യക തന്നിൽ നിന്നു നരത്തം പുണ്ടു സുരേശൻ ആത്മബലത്താൽ നിജമനുജത്വം ദൈവികമാക്കി നരരെ രക്ഷിച്ചുലകിനു ദീപം കാണിച്ചിടാൻ ലോകോസീശൻ ശിശുവായി ഗുഹയിലടങ്ങി പാർത്താൻ സ്വയമേ വിനയം കൊണ്ടുവസിച്ചൊരു പരമേശസുത നിന്നെ പോലെ ദിവ്യത നേടാൻ വരമേകണമേ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിന്മേൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടെ തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചവരും കർത്താവിന്റെ വിധിയാശ്രീവായി രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ നാമൃഷ്മന്ത്രയിടപ്പെട്ടവരുമേ, ഈ തൃടങ്ങളെ പരിഹരിക്കും, തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചോട്ടുകളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ ബലഹീനനും മഹാപാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാ സഹായങ്ങളെയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സമാധാനപൂർവ്വം സന്തോഷത്തോടുകൂടെ പോകുവിൻ. എന്നും എന്നാളും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്താൽ പ്രേരിതരായ സ്ലേഹന്മാർ ജാതികളിടയിൽ സീമയതോളം നല്ലേവോ കൈക്കൊള്ളുവോ കൊക്കീഴും ഭാഗ്യമിതൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. സിംഹാസനത്തിന്റെ അധിപതി മോറാമോർ ഇഗ്നാത്തിയോസ് അഫ്രൈം രണ്ടാമൻ ബാബായുടെ കൽപ്പന ഈ സമയത്ത് ഭക്തി ആദരവോടുകൂടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ വായിക്കുന്നു. കൽപ്പന വായിക്കുമ്പോൾ ആരും ഇരിക്കരുത്. പന്തലിലൊക്കെ ഇരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് ഭക്തിയോടുകൂടി എഴുന്നേറ്റിൽ നിന്ന് ഈ കൽപ്പന ശ്രദ്ധിക്കണം. ദൈവകുറവയാൽ ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പാത്രികസുമായ ഇഗ്നാത്തിയോസ് അപ്രദ്വിതീയൻ മുദ്ര. യേശുക്രിസ്തുവിൽ നമ്മുടെ സഹോദരനായ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്കായ്ക്കും സ്നേഹം നിറഞ്ഞ നമ്മുടെ അഭിമന്യ മെത്രാപ്പോലിത്തന്മാർക്കും പത്നിയ കോർബിസ്കോപ്പന്മാർക്കും അർപ്പിതരായ ദേറാക്കാർക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും
പ്രിയപ്പെട്ട ഷമ്മാശന്മാർക്കും സമർപ്പിതരായ കന്യാസ്ത്രീകൾക്കും യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയിലെയും വടക്കൻ അമേരിക്കയിലെ മലങ്കര അതിഭദ്രാസനത്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും യൂറോപ്പ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ മലങ്കര സുറിയാനി യാക്കോബായ പള്ളികളെയും കോൺഗ്രിഗേഷനുകളിലെയും സിംഹാസന പള്ളികളിലെയും ജ്ഞാനായ അതിഭദ്രാസനത്തിലെയും എല്ലാ വിശ്വാസികൾക്കും ശ്ലൈഹിക വാഴ്വ്. ബേത്ലഹേമിൽ നമ്മുടെ ദൈവത്തിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നതിനായി ഒരുങ്ങുമ്പോൾ നമുക്ക് മാലാഖമാരുടെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളെ സ്മരിക്കാം. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇത് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 2:10-11. ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേലിലുള്ള പ്രത്യാശയുടെ ആത്മാവിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നും നിറഞ്ഞു കവിയുന്ന സ്നേഹത്തിൽ ക്രിസ്തുമസും പുതുവത്സരവും നേരുന്നു. ദൈവത്തിന്റെ എളിയ ദാസിയും അനുഗ്രഹീതയുമായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിലെ ദിവ്യ ജനനം തരംതിരിവില്ലാത്ത അതിരറ്റ ദൈവസ്നേഹത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവസ്നേഹം നമ്മളെ ഈ വലിയ രഹസ്യം ധ്യാനിക്കുവാൻ ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം നമ്മൾ ഒരുവനായി. അതിനാൽ നാം സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവത്തിനുള്ളവരാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ കാലത്തിന്റെ സന്തോഷം ആശ്ലേഷിച്ചുകൊണ്ട് മാലാഖമാരോട് ചേർന്ന് നമുക്കും ഉച്ചത്തിൽ ഘോഷിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവിൽ പ്രിയരെ, ക്രിസ്തുമസിന്റെ സന്തോഷത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള അന്ത്യോക്യയിലെ പരിശുദ്ധ സഭയുടെ ആത്മീയ മക്കൾക്ക് നമ്മുടെ അഗാധമായ സ്നേഹം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആഴത്തിലുള്ള നിങ്ങളുടെ ദൈവവിശ്വാസവും പരിശുദ്ധ അന്ത്യോക്യ സുഭാഷത്തോടുകൂടിയുള്ള അചഞ്ചലമായ ഭക്തിയും ഏറെ പ്രശംസനീയമാണ്. അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോക്യയെ മറക്കില്ല എന്ന ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ എഴുതിച്ചേർത്ത സത്യവിശ്വാസത്തിൻ്റെതായ പ്രസ്താവന കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അന്ത്യോക്യയുടെ ഒന്നാമത്തെ പാത്രികസായ പരിശുദ്ധ പത്രോസിന്റെ വിശ്വാസവും ഇന്ത്യയുടെ അപ്പോസ്തലനായ പരിശുദ്ധ തോമാശ്ലീഹായുടെ വിശ്വാസവും സഭാപിതാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ലേറാക്കാരുടെയും അനേകം രക്തസാക്ഷികൾ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തങ്ങളുടെ ജീവിതം നൽകി നേടിയ വിശ്വാസവും നമുക്കും പകർത്താം. കഴിഞ്ഞ 50 വർഷത്തെ ഇന്ത്യയിലുള്ള നമ്മുടെ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മുടെ സഹോദരൻ ഇന്ത്യയുടെ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ വിശ്രമമില്ലാത്ത ശുശ്രൂഷയെ നാം ആദരിക്കുകയും ചെയ്യുന്നു. നാം സത്യമായും ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നു. നല്ലവനായ കർത്താവ് ഭൂമിയിലുള്ള ദൈവിക വേലയെ നിർവഹിക്കുന്നതിന് കാലാകാലങ്ങളിൽ മനസ്സിനൊത്ത ഇടയന്മാരെ ചുമതലപ്പെടുത്തും. ഇരമ്യാവ് 3:15. കഠിന പ്രയത്നം കൊണ്ടും പ്രതിബദ്ധത കൊണ്ടും ശ്രേഷ്ഠ കാതോലിക്ക ബാവ അത്തരത്തിലുള്ള ഒരു ഇടയനാണെന്ന് തെളിയിച്ചു. നമ്മുടെ ആത്മീയ മക്കളെ അടുത്തുവരുന്ന അപ്പോസ്തോല സന്ദർശനത്തിൽ നിങ്ങളെ കാണുന്നതിന് നാം കാത്തിരിക്കുന്നു. നിങ്ങളോടുള്ള നമ്മുടെ സ്നേഹവും നിങ്ങളെ സന്ദർശിക്കാനുള്ള നമ്മുടെ ആശയും യെശയ്യാ ദൈവത്തിനായി സിയോനിൽ പ്രസ്താവിച്ചതിൽ നിന്ന് ഉദ്ധരിക്കട്ടെ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുക. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. യെശയ്യാവ് 49:15-16. നമ്മുടെ വാത്സല്യ മക്കളെ, കർത്താവിന്റെ മനുഷ്യാവതാര പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്വയം നൽകുന്ന, ക്ഷമിക്കുന്ന മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള സമർപ്പിക്കുന്ന ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ഈ സ്നേഹത്തേക്കാൾ വലിയ സ്നേഹമില്ല. ക്രിസ്തുവിന്റെ ഈ നാളുകൾ ക്ഷമിക്കുന്ന ആത്മാവിനെ ആശ്ലേഷിക്കുവാൻ നിങ്ങളെ നാം ഉത്ബോധിപ്പിക്കുന്നു. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലുള്ള വേദനകളും മുറിവുകളും അറിയാം. നമ്മുടെ ഹൃദയം ക്ഷമിക്കുന്നതാകുമ്പോൾ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും തന്റെ അളവില്ലാത്ത സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ ദൈവമാതാവിന്റെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും പരിശുദ്ധന്മാരുടെയും സഹോദരന്മാരുടെയും മധ്യസ്ഥതയാൽ സ്നേഹത്തിന്റെ ആത്മാവിനാലുള്ള ക്രിസ്തുമസ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. മധ്യപൂർവ്വ ദേശത്തെ പീഡ അനുഭവിക്കുന്നവർക്ക്, പ്രത്യേകാൽ ഇറാഖിലും സിറിയയിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നാം നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. തട്ടിക്കൊണ്ടുപോയ നമ്മുടെ സഹോദരങ്ങളായ 2 മെത്രാപ്പോലിത്തന്മാരെ വേദനയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി നാം നിങ്ങളുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറവേറ്റപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ അപ്പോസ്തലിക അനുഗ്രഹങ്ങൾ നേരുന്നു.
നിന്റെ ഒരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ദുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമീൻ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പാപിയും സാധുവുമായ ലഹീനനായ എനിക്ക് ഈ ഇടവകയുടെ മഹാപുരുഷാരത്തോട് ചേർന്ന് ഇന്നേ ദിവസം ഈ ക്രിസ്മസ് ആരാധനയിൽ പങ്കുചേരത്തക്ക വിധത്തിൽ എന്നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായും ചെയ്തിട്ടുള്ള ഈ പള്ളിയുടെ ബഹുമാനപ്പെട്ട വന്നി വികാരിയച്ഛൻ മുതൽ എല്ലാ സഹപട്ടക്കാരോടും പള്ളി ഭാരവാഹികളോടും പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള സ്നേഹ ആദരവുകൾ അറിയിച്ച് എല്ലാവർക്കും അനുഗ്രഹപ്രദമായ സന്തോഷത്തിന്റെ ക്രിസ്മസ് പുതുവർഷത്തിന്റെ നന്മകൾ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ അധിപതിയുടെ കൽപ്പന വായിച്ച് അദ്ദേഹത്തിന്റെ ശ്ലൈഹിക വാഴ്വുകൾ സ്വീകരിച്ച് ക്രിസ്മസ് ആശംസകൾ കൈവരിച്ചവരായി നമുക്ക് മറ്റ് ഒരു ക്രിസ്മസ് ആശംസകളോ വലിയ പ്രഭാഷണങ്ങളോ ഇനി ആവശ്യമില്ല തന്നെ. സമയം 10 കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അനുഗ്രഹപ്രദമായ ക്രിസ്മസ് സന്ദർശത്തിൽ ഇന്നലെ സന്ധ്യയിൽ മറ്റൊരു പള്ളിയിൽ ക്രിസ്മസ് സന്ദേശവുമായി ബന്ധപ്പെട്ട് പോകാനിടയായി. അധ്യക്ഷനായിരുന്ന വികാരിയച്ഛൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലേക്ക് വന്ന യേശുനാഥൻ, എന്നിട്ടിന്നും മനുഷ്യർക്ക് മനുഷ്യത്വമില്ല എന്നും മനുഷ്യർ തമ്മിൽ പകയും വിദ്വേഷവുമാണെന്നുമൊക്കെ സൂചിപ്പിച്ച് നമ്മുടെ മധ്യത്തിൽ ഈ സമാധാനത്തിന്റെ ക്രിസ്തു ഇല്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. പിന്നീട് വന്ന ഗായിക സംഘത്തിലെ മനോഹരമായ കുഞ്ഞുങ്ങൾ എവിടെ യേശുനാഥൻ എന്നൊരു പാട്ടുപാടി യേശുനാഥൻ കൂട്ടത്തിലില്ലെന്ന് ആവർത്തിച്ചൊരിക്കൽ കൂടെ പ്രഘോഷിച്ചു. പിന്നെ ഞാനും കൂടെ യേശു കൂട്ടത്തിലില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും പൂർണ്ണമാവും ആ അർത്ഥത്തിൽ. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് യേശുനാഥൻ പറന്ന് അമ്മാനുവേൽ നിന്നോട് കൂടെ, ദൈവം നിന്നോട് കൂടെ, ഇതിലപ്പുറം എന്തു വേണം നമുക്ക്? കാട്ടുവാസികളായിട്ടുള്ള വനമാർഗത്തിലൊക്കെയുള്ള ഒരു ശുശ്രൂഷയാണ് എനിക്കുള്ളത്. ഹൈറേഞ്ച് മേഖലയാണ്. ഇടുക്കിയുടെ വടക്കൻ ഭാഗം, കുന്നും മലയും എല്ലാം നിറഞ്ഞ മലയോര കർഷകരാണ് അവിടെ മുഴുവൻ. അവിടുത്തെ വനവാസികളുടെ മധ്യത്തിൽ ഒരു നാട്ടുനടപ്പുണ്ട്. കുഞ്ഞുങ്ങൾ പറന്നാൽ കുഞ്ഞുങ്ങളെ ഒരു ദിവസത്തേക്കെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് കാട്ടിൽ പാർപ്പിക്കും. ഒരു കുഞ്ഞിങ്ങനെ കാട്ടിൽ പാർക്കുമ്പോ തന്റെ അപ്പനോട് വല്ലാത്ത വിരോധം. എന്തിനാണ് അപ്പൻ ഈ കൊടുങ്കാട്ടിൽ എന്നെ ഉപേക്ഷിച്ചത്? ഈ ശൈത്യവും ഈ ഘോരമായ അന്ധകാരവും എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു. കുഞ്ഞിന് വല്ലാതെ ഭയപ്പാടായി. കുഞ്ഞ് കരഞ്ഞ് കുഞ്ഞുറങ്ങി. കുഞ്ഞിന്റെ കണ്ണ് തുറന്ന് അതിപുലരിയിലെ കുഞ്ഞ് നോക്കുമ്പോ തന്റെ അപ്പൻ തന്നെ വിട്ടു പോയിട്ടില്ല. തന്റെ അപ്പനപ്പം മാറിയിരിപ്പുണ്ട്. ആരെങ്കിലും ആക്രമിച്ചാൽ, ദുഷ്ടരായ എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായി സംഭവിച്ചാൽ ഇടപെടാനായി അപ്പൻ കൂടെയുണ്ട്. അതോടുകൂടെ കുഞ്ഞിന്റെ സകല ഭയവും മാറി. ഏത് കൊടുങ്കാറ്റും എത്ര അന്ധകാരവും ഏത് വന്യജീവികൾ വന്നാലും ഈ കുഞ്ഞിന് ധൈര്യമാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് അവനവന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾ ചരിക്കുന്ന പാതയിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ, നിങ്ങളുമായി മല്ലടിയുവാൻ പാപത്തിന്റെ ശക്തിയുണ്ട്, അന്ധകാര സൈന്യങ്ങളുണ്ട്, ദുഷ്ടരായ പ്രലോഭനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നാളെ ക്രൈസ്തവൻ കുടിച്ചു തീർത്ത കള്ളിന്റെ കണക്ക് പേപ്പർ പറയേണ്ട ദിവസമാണ്. ഇതിൽ നിന്ന് പടികടന്നാൽ പിന്നെ ഈ ആരാധന ഇവിടെ കൊണ്ട് അവസാനിച്ച് യേശുവിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകും. എന്നാൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ദൈവം നിന്നോട് കൂടെ. തീരുമാനിക്കാൻ ആഗ്രഹമുള്ളവരുടെ മുമ്പാകെ യേശുനാഥൻ ഹൃദയത്തിൽ പിറക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും കൂടെ വസിക്കുന്ന ദൈവം, നമ്മോട് കൂടെ വസിക്കുന്ന ആ അനുഗ്രഹം എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നു. പുണ്യപ്രദമായ ക്രിസ്മസ് ദിവസം ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
സ്വർഗം ചായിച്ചു വന്ന് സാധുക്കളായ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഞങ്ങളിൽ മനുഷ്യത്വം ഉണ്ടാക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന മഹോന്നതൻ, സ്ഥാനവും മാനവും വിട്ടു വന്നവൻ, എല്ലാം സഹിക്കവൻ. ദൈവമേ, സഹിക്കുവാനും ത്യജിക്കുവാനും ഞങ്ങൾക്ക് ഭൂമിയോളം താഴുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. യേശുനാഥന്റെ മാറാത്ത സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടുകൂടെ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ എല്ലാം ഉണ്ടാകണമേ. സ്വർഗസ്ഥ പിതാവേ, പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ഈ തിരുമേനിയെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ബലിയർപ്പണവും അദ്ദേഹത്തിന് നൽകിയ നല്ല സന്ദേശവും അദ്ദേഹം എത്രമാത്രം പ്രശസ്തനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്കമാലി ഭദ്രാസന ഹൈറേഞ്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂലിയോസ് തിരുമേനിയാണ് നമ്മുടെ ക്ഷണമനുസരിച്ച് ഇന്ന് ഇവിടെ എഴുന്നള്ളി ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തോടുള്ള എല്ലാ നല്ല ആരാധന, നല്ല പ്രസംഗം, എല്ലാത്തിനും വേണ്ടിയുള്ള നന്ദി തിരുമുമ്പിൽ കാഴ്ചയായി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.